ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന പുതിയ ചാപ്റ്ററാണ്. നമ്മുടെ 4th ചാപ്റ്റർ ആയിരുന്നു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് ടെസ്റ്റ് എടുക്കുക. നിങ്ങളുടെ പേജ് നമ്പർ 82ൽ ഈ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രതികരണം, one side of a rectangle is 2 meter longer than the other side. അപ്പോൾ റെക്റ്റാങ്കിൾ ഒരു ചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് മറ്റേ വശത്തേക്കാൾ എത്ര കൂടുതലാണ്? 2 മീറ്റർ കൂടുതലാണ്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് തന്നിട്ടില്ല. ആ തരാത്ത സൈഡ് നമുക്ക് പേര് കൊടുക്കുക, എക്സ് എന്ന് കൊടുക്കുക. ഇതാണ്. അപ്പോൾ അത് ഏത് സൈഡാണ്? ബ്രെഡ്ത്ത്. ലെറ്റ് ദ ബ്രെഡ്ത്ത് ബി എക്സ്. അങ്ങനെ എന്താണ്? ലെങ്ത്. അല്ലേ? ദ ലെങ്ത് ഇസ് ഈക്വൽ ടു ഇതാണ് എക്സ് പ്ലസ് 2. ഇനി അടുത്ത് ഏരിയ തന്നിട്ടുണ്ടായ പരപ്പളവ് എത്രയും പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏരിയ 224 സ്ക്വയർ മീറ്റേഴ്സ് അല്ലേ? സ്ക്വയർ മീറ്റേഴ്സ് ആണ് ഇത്. 224 സ്ക്വയർ മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ പരപ്പളവ്. അതിൻ്റെ ഏരിയ. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് അല്ലേ? അപ്പോൾ അതിൻ്റെ നീളവും വീതിയാണ് നമുക്ക് കണ്ടുപിടിക്കണം. പരപ്പളവ് 224, അതിൻ്റെ ഏരിയ 224. ലെങ്ത് ടു ബ്രെഡ്ത്ത് അതിനേക്കാൾ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 പറയും. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 224. ഇതെങ്ങനെ ചെയ്യേണ്ടത്? എക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു പ്ലസ് 2 എന്താണ്? പ്ലസ് 2x ഈസ് ഈക്വൽ ടു 224. ഇത് വേറൊരു കാര്യം. ഒരു സെക്കൻഡറി ഇക്വേഷൻ പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ആദ്യത്തെ എ സ്ക്വയർ പറയുന്നത് ഏതാ? ഈ ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ ആണ്. തേർഡ് എന്ന് പറയുന്നത് ഈ ബിയുടെ സ്ക്വയർ ആണ്. മിഡിൽ ടേം എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും പ്രോഡക്റ്റിന്റെ ഡബിൾ. മനസ്സിലായി? 2ab ആണ് ഈ കാണുന്നത്. അപ്പോൾ അതുപോലെ ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്? 1, 2, 3. അതുപോലെ ഇതിനകത്തും 1, 2, ഒരു മൂന്നാമതൊരു ടേം കൂടെ ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഇതിന്റെ ഹാഫ് എടുക്കാം. അപ്പോൾ അതായത് 2 ഇൻറ്റു 7 ഇൻറ്റു ഏതാണ്? 2x എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് ആണ്. മനസ്സിലായോ? 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് ആണ് ഇത് 2x എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ 2 ഉണ്ട്, എക്സ് ഉണ്ട്, പിന്നെ ഇവിടെ എന്താണ്? 1. ആ 1ന്റെ സ്ക്വയർ ആണ് ഇവിടെ വരേണ്ടത്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ 1 അല്ലേ ഈ സൈഡ് പ്ലസ് ചെയ്ത് ഇതെന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇതെന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ അപ്പുറത്ത് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പ്ലസ് 1 അപ്പുറത്തൂടെ ആഡ് ചെയ്യാം. 224 പ്ലസ് 1 കണ്ടല്ലോ. ഇവിടെ ഇതിനെ 3 ടേംസ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ 1 കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചത്? ഈ 2ab എന്ന് പറയുന്ന സംഭവമാണ് അല്ലേ? അതായത് ഈ 2x എന്ന് പറയുന്നത് 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് 2ab. അതാണ് ഇത് ഈ പറഞ്ഞിരിക്കുന്ന 2x. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, എക്സ് ഉണ്ട്, പിന്നെ എന്താ ഇല്ലാത്തത്? 1. ആ 1 നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ആ 1ന്റെ സ്ക്വയർ ആണ് കൊടുക്കേണ്ടത്. കണ്ടല്ലോ? ആ 1ന്റെ സ്ക്വയർ കണ്ടോ? അപ്പോൾ 1 കിട്ടി. ആ 1 എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോഴത്തെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. കണ്ടല്ലോ? ഇവിടെ എത്ര കൊടുത്തു അത് തന്നെ ഇവിടെ കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് x square plus 2x plus 1 is equal to രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 225. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ഇത് a square plus 2ab plus b square ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ a plus b the whole square ആയിട്ട് ഇത് മാറും. മനസ്സിലായോ? എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? x. ഇതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 1. 1 അല്ലേ? ഇതിന്റെ റൂട്ട് എത്ര? x. ഇതിന്റെ റൂട്ട് എത്ര? 1. അപ്പോൾ ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ x പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ കൊടുത്തു. ഇനി അതുപോലെ തന്നെ ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാം. ഇതിന്റെ റൂട്ട് എന്തായിരിക്കും? 15 സ്ക്വയർ ആണ്. 15 സ്ക്വയർ. അത് 15 സ്ക്വയർ പ്ലസ് മൈനസ് ആണ് വരുന്നത്. നമുക്കിപ്പോൾ തൽക്കാലം എന്തുകൊണ്ടായി? 15 കൊടുത്താൽ. ഇനി അടുത്ത സ്റ്റെപ്പ് 15 സ്ക്വയർ പോയി. ഇനി x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 15. therefore x is equal to 15 plus 1 അപ്പുറത്തോമ്പോൾ മൈനസ് 1 ഈസ് ഈക്വൽ ടു 14. കണ്ടല്ലോ? x ഇവിടെ കിട്ടി 14. x ഇവിടെ എത്ര കിട്ടി? 14. ഇവിടെ x എത്രയാണ്? 14. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 14 പ്ലസ് 2. അപ്പോൾ എത്ര ആൻസർ? 16. അപ്പോൾ ഇവിടെ നമ്മൾ
മനസ്സിലാക്കേണ്ടത് നീളം 16 കിട്ടി, വീതി എത്ര കിട്ടി? 14. ലെങ്ത് 16, ബേസ് അല്ല ബ്രെഡ്ത്ത് എന്താണ്? ലെങ്ത് 16, ബ്രെഡ്ത്ത് എന്താണ്? 14. അപ്പോൾ ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആൻസർ ഈ പറഞ്ഞിരിക്കുന്ന 224 നമുക്ക് കിട്ടണം. നമുക്ക് നോക്കാം അല്ലേ? 16 ഇൻറ്റു എത്ര? 14. കിട്ടിയ ആൻസർ 224. മനസ്സിലല്ലോ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എക്സ് എത്ര? 14. എക്സ് 14 കിട്ടി. അടുത്ത 14 പ്ലസ് 2 ആണ്. അപ്പോൾ എന്താണ്? 16. അപ്പോൾ രണ്ടിൻ്റെ പ്രോഡക്റ്റ് ആണ് 224. ഒരു കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എഴുതാം. ആദ്യം നമുക്ക് എക്സ് എടുക്കാം. എക്സ് ബ്രെഡ്ത്ത് ആണ്. The breadth is equal to x. X എത്ര? 14 meter. The length is equal to x plus 2 is equal to 14 plus 2 is equal to 16. മനസ്സിലായോ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡീറ്റെയിലോ ബ്രെഡ്ത്ത് എന്താണ്? ആദ്യം എഴുതുക. x എഴുതുക. 14 കിട്ടി. The length is equal to x plus 2. അപ്പോൾ എന്താണ്? 14 plus 2 is equal to 16. ഓക്കെ. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. അടുത്തതും ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ അതിലായിട്ട് പേജ് നമ്പർ 83-ലെ വൺ സൈഡ് ഓഫ് എ റെക്ടാങ്കിൾ is 20 meters longer than the other and the area is 224 square meter. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. One side of rectangle is 20 meters longer than the other and its area is 224 square meters. നമുക്ക് ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. റെക്ടാങ്കിൾ വരച്ചു. ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ എത്ര കൂടുതലാണ്? 20 മീറ്റർ കൂടുതലാണ് അല്ലേ? ഒരു സൈഡ് x ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? ബ്രെഡ്ത്ത് x ആണെങ്കിൽ അതിന്റെ ലെങ്ത് എന്തായിരിക്കും? x plus 20. എന്നിട്ട് അതിന്റെ ഏരിയ പറഞ്ഞിട്ടുണ്ട് 224 സ്ക്വയർ മീറ്റേഴ്സ്. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ്? അപ്പോൾ നമുക്ക് ഇതിന്റെ നീളവും വീതിയുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എത്ര പറഞ്ഞിട്ടുണ്ട്? a is equal to എത്ര? ഏരിയ 224 സൈഡ് അല്ലേ? ഇതെന്തിനാണ് എക്സാം എടുത്തത്? ആദ്യം പറഞ്ഞിരുന്നു ബ്രെഡ്ത്തിനേക്കാൾ എത്ര കൂടുതലാണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്? x plus 2 ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നു? ബ്രെഡ്ത്തിനേക്കാൾ എത്ര കൂടുതൽ? x plus 20. നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഇതിനെ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? x into x plus 20 is equal to എത്ര? 224. x into x എന്താണ്? x into 20 എന്താണ്? 20 x. അവിടെ പ്ലസ് ഇടാതെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. is equal to 224 പ്ലസ് എന്തോ വരും നമുക്ക് നോക്കാം എന്താണ്. ശ്രദ്ധിക്കാം. നമുക്ക് ഈ 20 അതായത് 20 എന്ന് പറയുന്നത് എന്താണ്? 2 into dash into x ആണ് ഇത് 20 എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ അങ്ങനെ പറയണ്ട. 2 into x into dash അതാണ് ഇത് 20x. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 2 into x into എത്ര? 2 into x into 10 ആണ് ഇത് 20x എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഇവിടെ 10ന്റെ സ്ക്വയർ ആണ് പറയുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു 1 കണ്ടുപിടിച്ചു. അപ്പോൾ 1ന്റെ സ്ക്വയർ ഇവിടെ നമുക്ക് നോക്കാം 10 സ്ക്വയർ അല്ലേ? 10ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ കൊടുക്കേണ്ട 10ന്റെ സ്ക്വയർ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? 10ന്റെ സ്ക്വയർ 100 ഇവിടെ എഴുതിയുള്ളൂ. എത്രയാണ്? 100. ഇവിടെ എത്ര എഴുതുന്നോ അത് അവിടെ എഴുതണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര എഴുതുന്നോ അത് തന്നെ എവിടെ കൊടുക്കുക? റൈറ്റ് ഹാൻഡ് സൈഡിലും കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് x square plus 20x plus 10 square plus 100 is equal to 324. Okay, 224 plus 100 എത്ര? 324. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക. എന്താണ്? x പ്ലസ് ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക 10. The whole square is equal to ഇത് എന്താണ്? 18 into 18 ആണ് 324. അപ്പോൾ ഇവിടെ എന്താണ്? 18 സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പ് x plus 10 is equal to 18. Therefore x is equal to 18 plus 10 upon the whole minus 10 is equal to 18
10 പോയാൽ എത്ര 8 എത്ര ആൻസർ 8 അപ്പോൾ x ഇവിടെ എത്ര കിട്ടി 8 x ഇവിടെ എത്ര 8 അപ്പോൾ ഇവിടെ എന്താണ് 8 പ്ലസ് 20 അപ്പോൾ ഇവിടെ ആൻസർ ആയിരിക്കും 28 ഇവിടെ 8 ഇവിടെ എത്ര ഇവിടെ 28 ഇവിടെ എത്ര 8 നമുക്ക് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും നോക്കാം അല്ലേ 22 കറക്റ്റ് ആൻസർ കിട്ടി സിമ്പിൾ അല്ലേ സിമ്പിൾ ആണ് നിങ്ങൾ അല്ലാന്ന് പറഞ്ഞാലും സിമ്പിൾ ആണ് കണ്ടല്ലോ ഇത് ഇങ്ങനെ ഇതാണ് എളുപ്പവഴി എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ പഠിച്ചിരിക്കുക ഇവിടെ യഥാർത്ഥത്തിൽ എന്താ പറയുന്നത് പ്ലസ് ഓർ മൈനസ് ആണ് പറയുന്നത് പ്ലസ് ഓർ മൈനസ് അത് പോസിറ്റീവ് 18 പോസിറ്റീവ് സംഖ്യ ആവാം നെഗറ്റീവ് സംഖ്യ ആവാം ആയിക്കോട്ടെ നമ്മൾ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം 18 സ്ക്വയർ എഴുതുക എന്നിട്ട് സ്ക്വയർ പോയി x plus 10 is equal to 18 therefore x is equal to 18 minus 10 is equal to 8 ഓക്കെ ഇനി ഇതെന്താണ് ബ്രെഡ് അല്ലേ ബ്രെഡ് അല്ലേ the breadth is equal to x x ഇവിടെ എത്ര കിട്ടി എത്ര 8 മീറ്റർ the length is equal to എന്താണ് x plus 20 is equal to 8 plus 20 എത്ര 28 മീറ്റർ ഇതാണ് എൻ്റെ x ഓക്കെ മനസ്സിലായോ അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് കാണാൻ എന്ത് ചെയ്യണം ആ കിട്ടിയ ആൻസർ തമ്മിൽ മൾട്ടിപ്ലൈ നേരെ പ്രോഡക്റ്റ് ഉണ്ട് അല്ലേ 28നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടി 224 നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതിന് നമ്മുടെ ആൻസർ എന്താണ് ശരി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത പേജ് നമ്പർ 85 എടുക്കുക അതിൽ ഈ കാണുന്ന എക്സാമ്പിളാണ് ശ്രദ്ധിച്ചിരിക്കുക ഈ ക്വസ്റ്റ്യൻ റെക്കോർഡിംഗ് നടത്തുന്ന സമയത്ത് പുറത്ത് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഉച്ചം ശ്രദ്ധിക്കുക A rectangle is to be made with perimeter 100 meter and area 525 square meters. What should be the length of the its sides? അല്ലേ ഇവിടെ നോക്കാം a rectangle is to be made with perimeter 100 meter and area 525 square meters. What should be the length of its sides? ഇവിടെയും ഒരു rectangle ഓക്കെ ഈ റെക്ടാങ്കിളിനെ എന്താണ് തന്നിരിക്കുന്നത് അതിൻ്റെ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത് പെരിമീറ്റർ പി എത്ര 100 മീറ്റർ ഓക്കെ അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്താണ് പെരിമീറ്റർ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 4 സൈഡിലെ സം അതിലൂടെ നമ്മൾ എന്ത് പറയും പെരിമീറ്റർ പി is equal to 2 into a plus b അതായത് രണ്ട് ഏരിയയുണ്ട് എന്നതുകൊണ്ട് 2 വെക്ടർ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് 2 into l plus b എന്ന് പറയുന്നത് അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഫോർമുല ഇതാണ് 2 into l plus b നമുക്ക് എഴുതാം 2 into l plus b is equal to 100 അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് കൊടുത്തു x കൊടുത്തു അല്ലേ അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല നമുക്ക് നോക്കാം ഇതും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് 100 കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 50 ഇതാണ് കിട്ടുന്നത് 50 ഇതും എത്ര 50 ഇതും കൂടെ എത്ര 50 അങ്ങനെ രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് 100 അപ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കും അപ്പോൾ അതിൽ ഒന്ന് എക്സ് ആണെങ്കിൽ നമുക്ക് എന്താ കൊടുക്കേണ്ടത് ഒരു ഭാഗത്ത് നമ്മൾ എക്സ് അത് വരും അപ്പോൾ മറ്റേ ഭാഗത്തിന് ടോട്ടൽ എത്ര 50 ഈ 50 ൽ നിന്നും നമ്മൾ ഏത് മൈനസ് ചെയ്യാം എക്സ് 50 മൈനസ് എക്സ് മനസ്സിലായോ ഒരു ഭാഗത്ത് എക്സ് ആണെങ്കിൽ മറ്റേ ഭാഗത്താണ് 50 മൈനസ് എക്സ് എങ്ങനെ കിട്ടി ഇത് പെരിമീറ്റർ ആണ് പി അല്ലേ പെരിമീറ്റർ 100 അതിൻ്റെ ഹാഫ് ആവുമ്പോൾ 50 അപ്പോൾ രണ്ട് സൈഡ് ആഡ് ചെയ്യുമ്പോഴാണ് രണ്ട് സൈഡിൻ്റെ സമ്മാണ് അതിൻ്റെ തുകയാണ് ഇത് 50 എന്ന് പറയുന്നത് അപ്പോൾ ഒരു സൈഡ് നമ്മൾ എക്സ് എന്ന് പേര് വെക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും 50 ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക എക്സ് മൈനസ് ചെയ്യുക പല കുട്ടികൾക്കും സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇപ്പോൾ
എന്താ പറയുക, രണ്ടിൻ്റെ സമ്മ 50 ആണെന്ന് പറഞ്ഞു. ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് എന്താണ്, നിങ്ങൾ എക്സ് മൈനസ് 50 എന്ന് പറയും. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് 50 നിന്നാണ് ഇത് മൈനസ് ചെയ്യേണ്ടത്, എക്സ് മൈനസ് ചെയ്യേണ്ടത്. നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങിച്ചു അല്ലേ, 10 രൂപയ്ക്ക് സാധനം 50 രൂപ കൊണ്ടാണ് കൊടുത്തത്, നമ്മൾ 10 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ബാലൻസ് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏത് മൈനസ് ചെയ്യും, 50 നിന്ന് 10 മൈനസ് ചെയ്യുമ്പോൾ 10 നിന്നാണ് 50 മൈനസ് ചെയ്യുന്നത്, 50 നിന്നാണ് 10 മൈനസ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ സം എത്രയാണ്, 50 ആണ്. ആ 50 നിന്ന് മൈനസ് ചെയ്യുക, ഇത് ഇനി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതാണ് അതിൻ്റെ ഏരിയ അല്ലേ. ഏരിയ പറഞ്ഞിട്ടുണ്ട്, ഏരിയ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പരപ്പളവ് 525. ഏരിയ 525. നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതാണ് അത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ ഇതേ ഇതിനെ ഇതൊന്ന് മൾട്ടിപ്ലൈ x ഇൻറ്റു 50 മൈനസ് എക്സ് എത്ര ഇതിനെ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെത്തും. ഇത് 525. x ഇൻറ്റു 50 എന്താണ് 50x, x ഇൻറ്റു മൈനസ് എക്സ് എന്താണ് മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 525. തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചിരിക്കുക. എപ്പോഴും നമ്മൾ പറഞ്ഞത് എന്താണ്, നേരത്തെ a പ്ലസ് ബി സോറി അതിനെ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഒരു കോംപ്ലിക്കേറ്റഡ് മാറ്റേണ്ടത്. അപ്പോൾ ഇതിന്റെ തുടക്കം എന്ത് വേണം, a സ്ക്വയർ വരണം. എന്താണ് തുടങ്ങുന്നത്, a സ്ക്വയർ. അതുപോലെ ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന്റെ സെക്കൻഡ് ഡിഗ്രി അത് ഫസ്റ്റ് ടേം ആയിരിക്കണം എക്സ് സ്ക്വയർ. സെക്കൻഡ് പറയുന്നത് വേരിയബിൾ ഉള്ള ടേമാണ്, എന്താണ് ഇത് പ്ലസ് 50 ആണ് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന ടേം എന്താണ് നമുക്ക് നോക്കാം. അതിന് നമുക്കൊരു സ്പേസ് കിട്ടും, ഈസ് ഈക്വൽ ടു 525. ഓക്കെ, സംഭവം തീർന്നില്ല. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു നെഗറ്റീവ് നമ്പറാണ് അല്ലേ. അപ്പോൾ ഈ മൈനസ് എക്സിനെ നമുക്ക് പ്ലസ് എക്സ് ആണ്. അതുപോലെ തന്നെ ഈ പ്ലസ് 50x നമ്മൾ താക്കുന്നു മൈനസ് 50x ആക്കുന്നു. അപ്പോൾ കിടക്കുന്ന പ്ലസ് 525 നമ്മൾ താക്കുന്നു മൈനസ് 525. അങ്ങനെയാണ് x സ്ക്വയർ മൈനസ് 50x പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് 525. ഈ ഡാഷ് എടുത്ത ഞാൻ എളുപ്പവഴിക്ക് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡാഷ് പോകുന്നത്. 3 ടേംസ് അല്ലേ, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഡാഷ് പോകുന്നത്. ശ്രദ്ധിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് 2ab. അപ്പോൾ ഈ 50 എങ്ങനെ കിട്ടിയത്, 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഏതോ ഒരു നമ്പറാണ് അല്ലേ, ഞങ്ങളുടെ 50x എന്ന് പറയും അല്ലേ. 2 ഇൻറ്റു എക്സ് ഇൻറ്റു എത്ര 25. മനസ്സിലായല്ലോ. ഇവിടെ എന്താണ് വരുന്നത് 25. അപ്പം ഇവിടെ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 25 ആണ് ഇത് 50x. അപ്പോൾ 25 ഇവിടെ എന്താ പറയുന്നത് 25 സ്ക്വയർ. 25 സ്ക്വയർ 625 കണ്ടല്ലോ. ഇത് പ്ലസ് 625 അല്ലേ, അത് തന്നെ നമ്മൾ ചെയ്തു ഇവിടെയും. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അത് ബാലൻസ് ഇവിടെ എടുക്കുന്നതല്ലേ അപ്പുറത്ത്. ഇനി അടുത്ത സ്റ്റെപ്പ് x പവർ മൈനസ് 50x പ്ലസ് എന്താണ് 625 ഈസ് ഈക്വൽ ടു മൈനസും പ്ലസും ഡിഫറെന്റ് സൈൻസ് വന്നാൽ ഡിഫറൻസ് വരും. 625 നിന്ന് 525 മൈനസ് ചെയ്യുമ്പോൾ 100 കിട്ടും. അതിൽ ഗ്രേറ്റർ സൈൻ ഏതാണ് പ്ലസ് 100 കണ്ടല്ലോ. ഇത് നമ്മൾ ചെയ്യുന്നത് ഇത് a സ്ക്വയർ മൈനസ് b ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡന്റിറ്റിയിലേക്ക് മാറ്റുക. x ന്റെ സ്ക്വയർ അല്ലെ √x ഇവിടെ സൈൻ മൈനസ് ആണ്, മൈനസ് കൊടുക്കാം. ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് 25 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ എന്താ, ഇത് സ്ക്വയർ ഫോർമുല മാറ്റി കൊടുത്താവും 10 സ്ക്വയർ. സ്ക്വയർ പോയി x minus 25 is equal to 10. Therefore x is equal to 10 minus 25 up downward plus 25 is equal to 35. ഞാൻ ഇവിടെ ഫിഗർ വരച്ചതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. യഥാർത്ഥത്തിൽ 50 മൈനസ് എക്സ് ഇതേ പദമായിരുന്നു, ഇതേ പദമായിരുന്നു ഇവിടെ. അതാണ് യഥാർത്ഥ ഫിഗർ കേട്ടോ, ശ്രദ്ധിച്ചോണം. ഇവിടെ എന്ത് വരണം, എക്സ് പദമായിരുന്നു, ഇവിടെ 50 മൈനസ് എക്സ് വരണം. കാരണം എന്താണ്, എക്സ് എന്ന് പറയുന്നത് 35 ആണ്. രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം, 50 കിട്ടണം അല്ലേ.
രണ്ട് സൈഡുള്ള പ്രസ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 50 കിട്ടണം. അപ്പോൾ അതിൽ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞു എത്ര? 35 ആണ്. മറ്റേ സൈഡ് എന്താണ്? 15. അപ്പോൾ 15 എവിടെയാകാൻ പറ്റുള്ളൂ? 35 എന്ന് പറയുന്നത് നീളവും വീതി എന്താണ്? 15. അപ്പോൾ x 35 ആണല്ലോ. മറ്റെന്താണ്? 50 മൈനസ് 35 ഈസ് ഈക്വൽ ടു 15 മീറ്റർ. ഇതെത്ര മീറ്റർ? 35 മീറ്റർ. ഇവിടെ 35 മീറ്റർ, ഇവിടെ 15 മീറ്റർ കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ എന്താണ് കണ്ടുപിടിച്ചത്? നീളവും വീതിയും. ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ എഴുതേണ്ടത്? നമുക്ക് കിട്ടിയത് ലെങ്ത് ആണ് കിട്ടിയത്. The length is equal to another x. X is 35. The breadth is equal to the 50 minus x. About 50 minus 35 is equal to 15 meter. ഇവിടെ 35 മീറ്റർ, ഇവിടെ എന്താണ്? 15 മീറ്റർ. അപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ചതുരത്തിന്റെയും നീളം എത്രയായിരുന്നു? 35 മീറ്ററും വീതി എന്താണ്? 15 മീറ്റർ. ഈ കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് നമുക്ക് നോക്കണം. അല്ലേ? 35 15 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 35 അല്ലേ ഇൻറ്റു 15. ഇതിലെ ആൻസർ 525 ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പം ഏരിയ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഈ മെത്തേഡാണ് നിങ്ങൾക്ക് എളുപ്പം അല്ലേ? ടെസ്റ്റിംഗ് കൊടുത്തിരിക്കുന്ന ഒരു കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കുക. എങ്ങനെയാണ് നമുക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ടെസ്റ്റിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പേജ് നമ്പർ എത്ര? 86 ആണ്. 86ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 added to the product of two consecutive even numbers gives 289. What are the numbers? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പേഴ്സ്. രണ്ട് കോൺസ്റ്റന്റ് ഈവൻ നമ്പേഴ്സ് ആണ്. തുടർച്ചയായിട്ടുള്ള രണ്ട് എത്ര സംഖ്യകളാണ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 2, 4, 6, 8 എക്സെട്ര. ഓഡ് നമ്പേഴ്സ് എന്താണ്? 1, 3, 5, 7, 9 എക്സെട്ര. നമ്മുടെ കുട്ടികളോട് നമ്മൾ ചോദിക്കുകയാണ് ഈവൻ തുടർച്ചയായിട്ടുള്ള ഈവൻ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്. ഇരട്ട സംഖ്യകൾ നമ്മൾ ഡിഫറൻസ് വെച്ചാൽ എന്ത് പറയും? 2. ഓക്കെ, കറക്റ്റാണ്. 2 + 2 4, 4 + 2 6, 6 + 2 8. അടുത്ത് ചോദിക്കുകയാണ് ഓഡ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയെന്ന് പെട്ടെന്ന് പറയും എന്താണ്? 1. തെറ്റാണ്. 1 + 2 3, 3 + 2 5, 5 + 2 7, 7 + 2 9. ഓഡായാലും ഈവനായാലും, അതായത് ഒറ്റ സംഖ്യയായാലും ഇരട്ട സംഖ്യയായാലും അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 2 ആയിരിക്കും. ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്പറിന് നമുക്ക് ഇത് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? x + 2. അപ്പോൾ let the numbers be x and x + 2. Let the numbers be x and x + 2. മനസ്സിലല്ലോ? അപ്പോൾ നമ്പേഴ്സ് പറയുന്നത് x ഉം x + 2 ആണ്. ഈ രണ്ട് നമ്പേഴ്സിന്റെ എക്സിന്റെയും x + 2ന്റെയും പ്രോഡക്റ്റിനോടുകൂടി അതാണ് പറഞ്ഞിരിക്കുന്നത് 1 added to the product of two consecutive even numbers അല്ലേ? അതിനോട് എത്രയാണ് ആഡ് ചെയ്യുന്നത്? 1 ആഡ് ചെയ്യുന്നു. ഈ രണ്ടിന്റെയും പ്രോഡക്റ്റ്, എക്സിന്റെയും x + 2ന്റെയും പ്രോഡക്റ്റ്, x × x + 2 അതിന്റെ പ്രോഡക്റ്റിനോടുകൂടി 1 ആഡ് ചെയ്യുന്നു അല്ലേ? ഒന്ന് കൂട്ടുന്നു. രണ്ടിന്റെയും കൂടെ രണ്ടും കൂടെ കുടിച്ചു കിട്ടുന്ന ആൻസറിനോടുകൂടി എത്ര ആഡ് ചെയ്യുന്നു? 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടുന്ന ആൻസർ? ഗിവ്സ് 289. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് 289. ഇവിടെ നമുക്ക് നേരത്തെ പോലുള്ള പ്രയാസം വരില്ല. x × x എന്താണ്? x². x × +2 എന്താണ്? +2x + 1 ഈസ് ഈക്വൽ ടു 89. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. x 1ന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം.
രണ്ടിന്റെ പ്രോഡക്റ്റ് x into 1 എന്താണ് x. അതിന്റെ ഇരട്ടിയാണോ 2x എന്ന് നോക്കുക അല്ലേ. 1 into x അപ്പോൾ 13x. അതിന്റെ ഇരട്ടി എന്താണ് 2x. കറക്റ്റ് ആണ്. അതുകൊണ്ട് കൊടുക്കുക the whole square is equal to ഇതുപോലെ 17 സ്ക്വയർ എന്ന് നോക്കുക. 283 എന്ന് പറഞ്ഞാൽ എന്താണ് 289 അല്ലേ. 17 into 17 ആണ് 280. അപ്പോൾ 17 സ്ക്വയർ. ഇനി പഴയപോലെ x plus 1 is equal to എന്താണ് 17. therefore x is equal to 17 plus 1 ആകുമ്പോൾ നമ്മൾ -1 is equal to 16. അപ്പോൾ x കിട്ടി. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ആയിരിക്കണം x പിന്നെ എന്താണ് x plus 2. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്താണ് 16. അടുത്ത നമ്പർ എന്താണ് 16 plus 2. അപ്പോൾ 16 plus 2 എന്താണ് 18. 16 18 നമ്മുടെ ആൻസർ അല്ലേ. അപ്പോൾ ഇതിന്റെ x കിട്ടി 16. അടുത്ത സെക്കൻഡ് നമ്പർ കിട്ടി. അല്ലേ ഈവൻ നമ്പേഴ്സ് അല്ലേ 16 എന്താ പറയുന്നത് പറയണം 16 18. ഇവിടെ പറഞ്ഞിരിക്കുന്നു അതിന്റെ പ്രോഡക്റ്റ് എത്ര പറഞ്ഞിരിക്കുന്നു. ഈ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് 18നെ 16 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലേ 289. രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റിനോട് കൂടി 1 ഈസ് ആഡഡ് അല്ലേ. ഒന്ന് ചെയ്യുന്നു കൂട്ടുന്നു അല്ലേ. അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടി 288. അതിനോട് നമ്മൾ എത്ര ആഡ് ചെയ്തു 1 ആഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസർ 289. കേട്ടോ. അപ്പോൾ എന്താ എഴുതുന്നത് the numbers are ഏതൊക്കെയാണ് 16 and 18. ഏതൊക്കെയാണ് ആൻസർ 16 and 18. 16 18 ഇവിടുത്തെ ആൻസർ. ഓക്കെ മനസ്സിലായോ. അപ്പോൾ എഴുതുക the numbers are 16 and 18 എഴുതിയാൽ മതി. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 9 added to the product of two consecutive multiples of 6 എന്നാണ്. നേരത്തെ നമ്മൾ ഈവൻ നമ്പേഴ്സ് ആണ് പഠിച്ചത്. ഇപ്പോൾ പഠിക്കുന്നത് 6ന്റെ മൾട്ടിപ്പിൾസ്. ഈ 6ന്റെ ഗുണിതങ്ങളാകുന്ന കുട്ടികൾ എന്ത് ചെയ്യും കയ്യിലേക്ക് 6 വരെ എടുത്തിട്ട് ആദ്യം കിട്ടുന്ന നമ്പറോട് 6 കൂട്ടി പോകും അല്ലേ. നമുക്ക് 9ന്റെ മൾട്ടിപ്പിൾസ് അറിയണമെങ്കിൽ നമ്മൾ ഈ കൈ കാലം ഉപയോഗിച്ചിട്ട് 9 നമ്മൾ കൂട്ടി പോകും. അങ്ങനെയാണ് പണ്ടൊക്കെ കുട്ടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ 6 ഇപ്പോൾ അത്രമാത്രം ഗതികെട്ട പിള്ളേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും മിടുക്കരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 6ന്റെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ നമുക്ക് എന്താ നോക്കേണ്ടത് ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. 6 12 പിന്നെ 18 പിന്നെ 24 അങ്ങനെ പോകും. അപ്പോൾ ഇതെല്ലാം ഡിഫറൻസ് എത്രയാണ് 6 6 6 അല്ലേ. അപ്പോൾ 8ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിലോ എന്തായിരിക്കും 8 8. ഡിഫറൻസ് എല്ലാം എന്തായിരിക്കും 8 ആയിരിക്കും. അപ്പോൾ ഇതൊരു എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. എന്താണ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് എന്താണ് ഈക്വൽ ആണ് അല്ലേ. സെയിം ആയിരിക്കും 6 6 6 എന്ന് പറയും. അതുപോലെ ഇവിടെ 8 ആണെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ അതും അരിത്മെറ്റിക് സീക്വൻസ് ആണ്. എന്താണ് അതിന്റെ ഡിഫറൻസ് എല്ലാം എന്തായിരിക്കും 8 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ഏത് നമ്പറിൽ തുടങ്ങണം നമുക്കറിയില്ല കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 9 ആണ്. ആ രണ്ട് നമ്പേഴ്സിന്റെ ഏതോ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അടുത്തടുത്ത നമ്പേഴ്സ് ആണ്, അടുത്തടുത്ത മൾട്ടിപ്പിൾസ് ആണ്. അതിനോടുകൂടി എന്ത് ചെയ്യുന്നു 9 ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത് 729 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ നമ്പർ നമുക്ക് x നോക്കാം ചെറിയ നമ്പർ. അപ്പോൾ മറ്റേ നമ്പർ എന്തായിരിക്കും ഡിഫറൻസ് ഇതിനേക്കാൾ എത്ര കൂടുതലായിരിക്കും അല്ലേ. 6നേക്കാൾ എത്ര കൂടുതലാണുള്ളത് 6 കൂടുതലാണ്. അപ്പോൾ x-നേക്കാൾ എത്ര കൂടുതലുണ്ട് 6. അപ്പോൾ അടുത്ത കിട്ടി. അതിനോട് ഈ രണ്ടിന്റെയും പ്രോഡക്റ്റ് x plus 6 into x. അപ്പോൾ എത്ര കിട്ടും പറഞ്ഞിരിക്കുന്നു ഈ രണ്ടിന്റെയും പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റിനോട് എത്ര ആഡ് ചെയ്യുന്നു +9 അല്ലേ. അത് ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് 729. x into x എന്താണ് x4. x into 6 plus 6x പിന്നെ എന്താണ് +9 is equal to 729. ഇതാണ് എളുപ്പമാണ്. ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. x സ്ക്വയറും അല്ലേ 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർസ് ആണ്. അപ്പോൾ x സ്ക്വയറിന്റെ റൂട്ട് എന്താ x പ്ലസ് ആയിട്ട് 9ന്റെ റൂട്ട് എന്താ 3. the whole square is equal to ഇതിന്റെ എത്ര ആയിരിക്കും 729. അതിന്റെ റൂട്ട് എന്താ സ്ക്വയർ റൂട്ട് ആയിരിക്കും 27. 27 into 27. Okay.
എന്താണ് 27 സ്ക്വയർ ആണ്. സ്ക്വയർ പോയി x plus 3 is equal to 27. Therefore x is equal to 27 plus 3 upon minus 3 is equal to 24. അപ്പോൾ x എത്രട്ടി 24. അതിനോട് എത്ര ആഡ് ചെയ്യാം 24 plus 6. അപ്പോൾ എത്ര 30. ശരിയാണോ? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 30നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും 20 കിട്ടും. അതിനോട് എത്ര ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നു 9 അല്ലേ? അപ്പോൾ 729 ആണ് ആൻസർ. ഓക്കെ, അത് ആൻസർ കറക്റ്റാണ് മനസ്സിലാക്കാം. കേട്ടോ? അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നത് മനസ്സിലായി? രണ്ട് നമ്പർ അപ്പോൾ നമ്പർ സെലക്ട്. അപ്പോൾ ആദ്യത്തെ നമുക്ക് x കിട്ടി. x എത്ര കിട്ടിയത് 24. അടുത്ത നമ്പർ കാണാൻ എന്താ ചെയ്യേണ്ടത്? x നോട് എത്ര ആഡ് ചെയ്യാം 6 ആഡ് ചെയ്യാം. 24 പ്ലസ് 6 അപ്പോൾ 30. അപ്പോൾ നമ്പർ സെലക്ട് 24 ഉം 30 ആണ്. ദ നമ്പേഴ്സ് ആർ numbers are 24 and 30. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലുള്ള രണ്ടായി. അടുത്ത how many terms of the arithmetic sequences 5 7 9 must etc must be added to get 140 എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഏതാണ് 5 7 9 5 7 9 ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിനോടുകൂടി ഈ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടല്ലോ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നു? ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5 7 9 must be added to get 140. എത്ര ടേംസ് ആഡ് ചെയ്താലാണ് അതിന്റെ സം കിട്ടുന്നത്? എത്ര സം 140. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് 5 7 9 അങ്ങനെ പോകും. ഇവിടെ സ്റ്റോപ്പ് അല്ലേ? അപ്പോൾ അത് മുതൽ ഇതുവരെയുള്ള ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ലാസ്റ്റ് ഒരു ടേം കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് 140 കിട്ടുന്നത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടതാണ് നമ്പർ ഓഫ് ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ടേംസ് അല്ലേ? അതിൽ എത്ര ടേംസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. Sn is equal to n by 2 into 2a plus n minus 1 into d. ഓർമ്മയുണ്ടല്ലോ അല്ലേ? Sn is equal to n by 2 into 2a plus n minus 1 into d ആണ് നമുക്ക് സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പക്ഷെ നമ്മൾ സം തന്നിട്ടുണ്ട്, അത് തിരിച്ചു കൊണ്ടുപോകില്ല. ഇവിടെ ഇതിൽ എന്തുകൊണ്ട് a n d അരിത്തമെറ്റിക് സീക്വൻസിലെ എളുപ്പവഴി a n d ഉണ്ടാവുക. a ഫസ്റ്റ് ടേം n നമ്പർ ഓഫ് ടൈംസ് d എന്താണ് കോമൺ ഡിഫറൻസ്. a എന്താണ് ഫസ്റ്റ് ടേം, n എന്താണ് നമ്പർ ഓഫ് ടൈംസ്, d എന്താണ് കോമൺ ഡിഫറൻസ്. ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും അരിത്തമെറ്റിക് സീക്വൻസ്. ഇവിടെ a ഫസ്റ്റ് ടേം a is equal to എത്ര 5. കോമൺ ഡിഫറൻസ് n അറിഞ്ഞുകൂടാ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി d is equal to സെക്കൻഡ് ടൈം ഇത് മൈനസ് ചെയ്യാം 7 minus 5. അപ്പോൾ അതാണ് 2. ഇനി ഇതിന്റെ ഫോർമുല സം തന്നിട്ടുണ്ട് അല്ലേ? യെസ് തന്നിട്ടുണ്ട് 140. നമ്മൾ ഫോർമുല തിരിച്ചിടുന്നു. n by 2 into 2a plus n minus 1 into d is equal to s. s ന് വരെ കൊടുത്തു 140. മനസ്സിലായോ? ഇനി അടുത്ത ചെയ്യേണ്ടത് n അറിഞ്ഞുള്ള n by 2 into 2a 2 into a ഫസ്റ്റ് ടേം എത്ര 5 പ്ലസ് n അറിഞ്ഞുള്ള minus 1 into d ഇവിടെ എത്ര വന്നിരിക്കുന്നു 2 is equal to 140. ഇനി അടുത്ത സ്റ്റെപ്പ് n by 2 into 2 into 5 n പ്ലസ് ഒരു കോമൺ ഫാക്ടർ കിടപ്പുണ്ട്. അതുകൊണ്ട് രണ്ടിനെയും അകത്തുള്ള രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 2 into n എന്താണ് 2n, 2 into minus 1 എന്താണ് -2 is equal to 140. ഇനി അടുത്ത സ്റ്റെപ്പ് n by 2 into ആദ്യ വേരിയബിൾ പറയുക 2n അല്ലേ? 10 minus 2 8 greater than plus is equal to 140. ഇത്രയും കണ്ടല്ലോ. ഇനി അടുത്ത n by 2 കൊണ്ട് ബ്രാക്കറ്റ് നമ്പർ 2നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം.
n by 2 into 2n sin എന്താ പ്ലസ് വീണ്ടും n by 2 into 8 is equal to എത്ര 140. n അല്ല 2 വേണ്ടി പോയി. ഇനി ഇവിടെ എന്താ 8 2 വേണ്ടി 4 ടൈംസ് n into n എന്താണ് n സ്ക്വയർ പ്ലസ് n into 4 n into 4 എന്താണ് 4n is equal to 140. ഇനിയാണ് നമ്മുടെ പഴയ കാര്യങ്ങൾ നോക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക n സ്ക്വയർ അല്ലേ, ഇത് a സ്ക്വയർ പ്ലസ് 2n പ്ലസ് b സ്ക്വയർ, അവിടെ ഒരു സംഭവം ഇല്ല. n സ്ക്വയർ പ്ലസ് 4n പ്ലസ് ഡാഷ് is equal to 140. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 4n എന്ന് പറയുന്നത് 2 into n into ഏതൊരു നമ്പറാണ് 4n 2 into n 2n 2 into 2 ആണ് 4. അപ്പോൾ ആ 2 ന്റെ സ്ക്വയർ ആണ് വരേണ്ടത്. ഇവിടെ 2 സ്ക്വയർ ആണ് വരേണ്ടത്. മനസ്സിലായല്ലോ? ഇവിടെ 2 സ്ക്വയർ ആണെങ്കിൽ 2 സ്ക്വയർ 4. അപ്പോൾ ആ 4 നിങ്ങൾ അവിടെ ഉടനെ കൊടുത്തോണം. ഇവിടെ എത്ര കൊടുക്കുന്നുവോ അത് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 2 സ്ക്വയർ 4 is equal to 144. മനസ്സിലായല്ലോ? അതെ. അടുത്ത ഇനി ഇതിന്റെ റൂട്ട് കണ്ടുപിടിച്ചു n പ്ലസ് ഇതിന്റെ റൂട്ട് എത്ര 2 the whole square is equal to ഇതിന്റെ 12 സ്ക്വയർ ആണ് ഇത് 144. 12 into 12 is equal to 144. ഇത് സ്ക്വയർ സ്ക്വയർ പോയില്ലേ. n plus 2 is equal to 12. Therefore n is equal to 12 plus 2 അപ്പുറത്തോട്ട് minus 2 is equal to എത്ര 10. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ഈ പറഞ്ഞിരിക്കുന്ന സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? ടോട്ടൽ എത്ര ടേംസ് ഉണ്ട്? 10 ടേംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് how many terms of the arithmetic sequence 579 must be added to get 140. എത്ര ടേംസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ആ പറഞ്ഞിരുന്ന arithmetic sequenceലെ 10 ടേംസ് അല്ലേ, 10 പദങ്ങൾ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 140 സം അതിന്റെ തുക കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? അടുത്ത അതിനുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. 16 added to the sum of the first few terms അല്ലേ, കുറച്ച് ഏതാനും പദങ്ങളോട് കൂടി പദങ്ങളുടെ തുകയോട് കൂടി എന്ത് ചെയ്തു? 16 ആഡ് ചെയ്തു. അത് ഏതാണ് ആ ടേംസ്? അരിത്മെറ്റിക് സീക്വൻസ് 9 11 13 9 11 13 അങ്ങനെ പോകും. അതിനോട് കൂടി എന്ത് ചെയ്യുന്നു? ഇത്രയും ടേംസിനോട് കൂടി 16 കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നത്. എത്ര കിട്ടുന്ന ആൻസർ? 256. അപ്പോൾ യെസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 256. അപ്പോൾ ഹൗ മെനി ടേംസ് വെയർ ആഡ്? അപ്പോൾ എത്ര ടേംസ് ആണ് ആഡ് ചെയ്യപ്പെട്ടതെന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എത്ര ടേംസ് ആണ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സെയിം സംഭവം കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ പോയിട്ട് വന്നിട്ട് ഇതിനോട് ഒരു 16 കൂടെ ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 16 എത്രയോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എല്ലാം ഇതിനകത്ത് തന്നെ അരിത്മെറ്റിക് സീക്വൻസ് വരുന്നതാണ്. അതിനോടുകൂടിയാണ് ചെയ്യുന്നത് 16 ആഡ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ സമ്മാണ് സം അല്ലേ, സമ്മാണ് പറഞ്ഞത്. എല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്ന സമ്മാണുള്ള അതിൻ്റെ തുകയാണുള്ള 256 ആണ്. അപ്പോൾ സം കണ്ടുപിടിക്കാൻ ഫോർമുല ഞാൻ പറഞ്ഞു നേരത്തെ. എന്താണ് ഫോർമുല? n by 2 into 2a plus n minus 1 into d അല്ലേ is equal to അതിനോടുകൂടി എത്ര ആഡ് ചെയ്തു? പ്ലസ് 16 എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 16 കൂടെ ആഡ് ചെയ്യും പ്ലസ് 16. അപ്പോഴാണ് കിട്ടിയത് 256. ഇത്രയും മനസ്സിലായോ? നമുക്ക് നോക്കാം. n by 2 into 2a എത്ര 9 പ്ലസ് n minus 1 അറിഞ്ഞൂടാ minus 1 into d കോമൺ ഡിഫറൻസ് 11 ൽ 9 മൈനസ് ചെയ്യാം. അപ്പോൾ അത് കിട്ടും 2 പ്ലസ് എന്താണ് 16 256. വീണ്ടും n by 2 into 2 into 9 എത്ര 18 പ്ലസ് 2 into n 2 into minus 1. അപ്പോൾ 2n 2 into minus 1 എന്താണ് minus 2 പ്ലസ് 16 is equal to 256. ഇനി അടുത്ത സ്റ്റെപ്പ് n by 2 into 2n ആദ്യം എഴുതുക. 18 മൈനസ് 2 അല്ലേ 16. വലുത് സൈൻ പ്ലസ് 16 പ്ലസ് 16 is equal to 256. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ബ്രാക്കറ്റ് ഉള്ളിലുള്ള n by 2 രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. n by 2 into 2n പ്ലസ് വീണ്ടും n by 2 into ഈ 16
പ്ലസ് ഈ 16 ഈസ് ഈക്വൽ ടു 256. ഈ രണ്ടും കിട്ടി. ഈ 16 2 കിട്ടി 8 പ്രാവശ്യം. n n എന്താണ് n സ്ക്വയർ പ്ലസ് 8 n എന്താണ് 18 പ്ലസ് 16 ഈസ് ഈക്വൽ ടു 256. ഇത് ശ്രദ്ധിച്ചിരിക്കുക. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. n സ്ക്വയർ എടുത്താൽ n 16 16 റൂട്ട് എത്ര 4 അല്ലേ? അപ്പോൾ n പ്ലസ് 4 the whole square is equal to 256 എന്താണ് 16 into 16 ആണ് 256. അപ്പോൾ 16 ന്റെ സ്ക്വയർ പോയി n plus 4 is equal to 16. Therefore n is equal to 16 plus 4 അപ്പുറത്തുമ്പോൾ minus 4 is equal to 12. അപ്പോൾ n എത്രയാണ്? എല്ലാം കൂടെ എത്ര ടേംസ് ഉണ്ട്? മൊത്തത്തിൽ 12 ടേംസിന്റെ തുകയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടെ 256 കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അല്ല സോറി, അതിലൂടെ എത്ര ആഡ് ചെയ്യപ്പെടുത്തൊക്കെ 16 ആഡ് ചെയ്യപ്പെടുകയാണ് കിട്ടുന്നത് 256. അപ്പോൾ എത്ര അരിത്തമെറ്റിക് സീക്വൻസിലെ ഈ 12 ടേംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരുന്നു? 240 ആണ്. 240 കൂടി 16 ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് 256. ആ ശ്രേണിയിലെ എല്ലാ ടേംസിന്റെയും സമ്മാണ് 240. അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അതുകൂടെ ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പോൾ ഇതിന്റെ നമ്പർ ടേംസ് ഒക്കെയാണ് എല്ലാവരും. അപ്പോൾ എന്താ പറയേണ്ടത്? ഹൗ മെനി അല്ലേ ടേംസ് ദേ ആർ ആഡ്. എന്ത് ചെയ്തു? അപ്പോൾ നമുക്ക് ആൻസർ എന്താ പറയേണ്ടത്? എത്ര കിട്ടിയ ആൻസർ? എന്റെ ഇവിടെ എത്ര കിട്ടി? 12 ടേംസ്. എന്താ പറയേണ്ടത്? 12 ടേംസ് they are added അല്ലേ? to get എത്ര? നമുക്ക് എത്ര കിട്ടിയത്? 240 ആണ്. 240 അതിനോട് നമ്മൾ ചെയ്യുന്നു 60 യുടെ ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് 256.